വേർ ഇസ് യുവർ ബിക്കിനി ഷൂട്ട് ഫോട്ടോ? ഞങ്ങളൊരു സംഭവമേ ഇതിനകത്തില്ല. അത് കാരണം പേടിച്ച് ഭയന്ന് നിൽക്കേണ്ട കാര്യമില്ല, പിന്മാറേണ്ട കാര്യമില്ല. അവിടെ അങ്ങനെ ഒരു വേഷത്തിൽ ആരെയും അവര് ടോർച്ചർ ചെയ്യത്തില്ല. ചിലർ ക്യാറ്റ് വാക്ക് എന്ന് പറയുമ്പോൾ ക്യാറ്റിനെ പോലെ ഇങ്ങനെ വെച്ച് വരും, എന്നിട്ട് ബാലൻസും തെറ്റി പോയി വീണെടുക്കും. ക്യാറ്റ് വാക്ക് അതല്ല. ഞാൻ മനസ്സിലാക്കിയത് ഗോഡ്സ് ടച്ച് എവിടെയുണ്ടോ അതൊക്കെ തന്നെ ഭംഗിയാണ്. ഞാൻ എൻ്റെ അമ്മേനെ ഇമാജിൻ ചെയ്ത് എൻ്റെ അമ്മ മത്സരിക്കാൻ പോകുന്നത്. എനിക്കിഷ്ടം ഇതൊക്കെ കൊണ്ടുനടക്കാൻ എന്ന് വെച്ചിട്ട് എനിക്ക് സങ്കടമൊന്നും ഇല്ല കേട്ടോ അതില്. നാക്ക് പെശകിയാലേ എനിക്ക് വിഷമമുള്ളൂ. നാക്ക് നമുക്ക് ഇങ്ങനെ അതുകൊണ്ട് മാത്രം ജീവിക്കുന്നത്, അതുകൊണ്ട് മാത്രം നാക്കൊരൊറ്റ കാര്യം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരാളാണ്. പിന്നെ ഈ തൊലിക്കട്ടി ആൻഡ് മനക്കട്ടി, ഇത് രണ്ടും നമുക്ക് എൻ്റെ ഫാദർ തന്നിട്ടാണ് പോയത്. ഇത് രണ്ടും നമുക്കുണ്ട്. ശരണ്യയോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഒന്ന് രണ്ട് പേര് ശരണ്യയ്ക്ക് മുമ്പേ തന്നെ എന്നോട് പിന്നെ ആവശ്യപ്പെട്ടിരുന്നു, ഒരു ഇൻ്റർവ്യൂ ചോദിച്ചായിരുന്നു. അപ്പം വൈ ഐ ചൂസ് യു എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം എന്നെ കരയിക്കുമോ എന്നെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് അപ്പം സങ്കടം വരും. അത് സന്തോഷം കൊണ്ടുള്ള സന്തോഷമുണ്ട്. നമ്മൾ ചെയ്ത വർക്കുകൾ ആളുകൾക്കിടയിൽ ഏറ്റവും നല്ല രീതിയിൽ നിൽക്കണം എന്നാണ്, ഏറ്റവും നല്ല രീതിയിൽ. കാരണം ഈ പറയുന്ന മാഡത്തിൻ്റെ ആണെങ്കിലും എൻ്റെ ആണെങ്കിലും ഒരു 10-15 വർഷം 20 വർഷം കഴിഞ്ഞാൽ നമ്മുടെ സന്തതി പരമ്പരകൾ നോക്കുമ്പോൾ ഇതേത് ഈ ബോധമില്ലാത്ത തള്ളാത് എന്നെക്കുറിച്ചോ മാഡത്തിനെ കുറിച്ചോ പറയരുത്, മനസ്സിലായി? ആ ബോധത്തിൽ നിന്നിട്ടാണ് പണിയെടുക്കുന്നത്. ഇത് ഡിജിറ്റൽ യുഗമാണ്, എല്ലാം അവിടെ കിടക്കും. നിങ്ങളുടെ ബാങ്കിലെ ട്രാൻസാക്ഷൻ പോലെ അല്ലേ, വൺസ് രജിസ്റ്റർ ആയാൽ എവർ, അതാണ് നമ്മുടെ ഇത്. അതുകൊണ്ടാണ് ഞാൻ അത്രയും ടേക്ക് കെയർ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ചിലപ്പോൾ ചിലത് തോന്നും ചിലപ്പോൾ അവരുടെ ഏജിനെ റെസ്പെക്ട് ചെയ്തില്ലയോ, മേ ബി അത് അവരുടെ രീതിയായിരിക്കും. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. നമുക്കും പേഴ്സണലി നമുക്ക് ചില ഇഷ്ടക്കേടുകളും ഉണ്ടാവും. ഏജിനെ റെസ്പെക്ട് ചെയ്യാത്തതായിരുന്നു, അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷനെ റെസ്പെക്ട് ചെയ്തില്ലയോ എന്നൊരു തോന്നൽ എനിക്ക് ചിലപ്പോഴെങ്കിലുമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ശരണ്യൻ്റെ കേസിൽ എനിക്ക് അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് ഉണ്ടായിട്ടില്ല. ഒരു മനസ്സിനെ കുത്തി നോവിപ്പിക്കുന്ന പോലത്തെ ചോദ്യങ്ങൾ ശരണ്യ ആരോടും ചോദിച്ചായിട്ട് എൻ്റെ അറിവിലില്ല. ആരോടും ചോദിക്കാനും തോന്നത്തില്ല. കാരണം അപ്പുറത്തിരിക്കുന്ന ആൾ സംസാരിക്കുമ്പോൾ പോലും നിങ്ങളല്ലാതെ ഞാനാണ്, ഞാൻ എന്നെ ദ്രോഹിക്കുമോ? അതെ, നെവർ എവർ. മനസ്സിലായോ? അതാണ് ആ ഒരു ഇതിലാണ് എപ്പോഴും ഞാൻ ചോദിക്കുന്നത്. എനിക്കുണ്ട് പ്രൈവസി, ആ പ്രൈവസി പോലെ തന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കും പ്രൈവസി ഉണ്ട്. ആ പ്രൈവസിയിൽ അയാളെ നോവിക്കരുതെന്ന്, കാരണം ആ ഇരിക്കുന്നത് ഞാനാണല്ലോ, അത് നോവിക്കരുതെന്നുള്ള ഞാൻ എന്നോട് ചെയ്യുന്നൊരു കാര്യമാണ്. അത് ഞാൻ ചെയ്യൂല. ഞാൻ പറഞ്ഞില്ലേ എന്നെ കരയിച്ചു, ഞാൻ നല്ല കുട്ടിയായിട്ടിരുന്നു. പോട്ടെ, നമുക്ക് ബാക്ക് ടു നമുക്ക് സ്വിച്ച് ചെയ്യാം. ഇത്രയും സെൻസിറ്റീവ് ആണെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, അതാണ് ഞാൻ പെട്ടെന്ന് ഇതാവും. എനിക്ക് ഇതൊക്കെ എനിക്ക് ഇഷ്ടം ആക്റ്റീവായിട്ട്. ഇപ്പം എൻ്റെ അമ്മയുടെ പ്രായമുണ്ട്, അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം എൻ്റെ അമ്മ ഇപ്പം ഇരിക്കുന്ന കാണണം. പക്ഷെ അവർക്ക് അവരുടെ ജീവിതത്തിൽ അവർ ഒത്തിരിയും കഷ്ടപ്പെടുന്ന ആൻറ്റി അല്ല മാം കഷ്ടപ്പെട്ടിട്ടില്ല എന്നല്ല കേട്ടോ. നിങ്ങൾ താമസിച്ച 2 ഇതില് നല്ല ആക്റ്റീവായിട്ട് വർത്താനൊക്കെ പറഞ്ഞാൽ എൻ്റെ അമ്മയോട് ഒരു നല്ല സാരി ഉടുക്കാൻ പറഞ്ഞ അമ്മ ചോദിക്കുന്നത് എന്തിനാന്നാ. ഞാൻ ഇവിടെ വന്ന് കണ്ടപ്പോൾ പോലെ എൻ്റെ അമ്മയുടെ പ്രായമാണല്ലോ, അമ്മയെ പോലെ ആണല്ലോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സുകൊണ്ട് ആലോചിച്ച്. അപ്പൊ പറയുമ്പോഴൊക്കെ ഞാൻ പറയാമല്ലോ, ഞാൻ എൻ്റെ അമ്മേനെ ഇമാജിൻ ചെയ്ത് എൻ്റെ അമ്മ മത്സരിക്കാൻ പോകുന്നത്. എനിക്കിഷ്ടം ഇതൊക്കെ കൊണ്ടുനടക്കാൻ. പക്ഷെ ഈ പറഞ്ഞ നാട്ടുകാരെന്ത് പറയും ആ ഒരു ഇതുണ്ടല്ലോ, അതാണ് അമ്മയുടെ പ്രശ്നം. ഓക്കെ, അത് ഇപ്പം ക്യാറ്റ് വർക്ക് ഒക്കെ കഴിഞ്ഞു. ഇപ്പം അവർ പഠിപ്പിച്ചപ്പം നമുക്ക് എന്താണല്ലോ ഒരു ലിറ്റിൽ ബിറ്റ് പെയിന് അല്ലെങ്കിൽ കാര്യം ഉണ്ടാവുമല്ലോ. അതെങ്ങനെ ഓവർകം ചെയ്ത് എത്ര ദിവസത്തെ ട്രെയിനിങ് ഉണ്ടായിരുന്നു? ഞങ്ങൾക്ക് 4 days റിഗറസ് ട്രെയിനിങ് ആയിരുന്നു. അപ്പം NAMGന്ന് ടീം വന്നിരുന്നു, ട്രെയിനേഴ്സ് വന്നു. അതിൻ്റെ കൂട്ടത്തിൽ കഴിഞ്ഞ വർഷത്തെ ഫെമിന മിസ് ഇന്ത്യയുടെ റണ്ണറപ്പ് വിജയ ഡേ കൂടെ ഉണ്ടായിരുന്നു. ഈ സാക്കിർ ഷായും വിജയ ഡേയുമാണ് ഹാർഡ് വർക്ക് ചെയ്തത്, ഞങ്ങളെക്കാൾ ഹാർഡ് വർക്ക് ചെയ്തു എന്ന് തന്നെ പറയണം. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇതിൻ്റെ ക്യൂറേറ്റർ രേഖ ദേശായി വാസ് ഓൾവേസ് ദാറ്റ്. ഷി വാസ് എ സൈലന്റ് സ്മോൾ ലേഡി വാച്ചിങ് എവറിത്തിങ്, സൂപ്പർവൈസിങ് എവറിത്തിങ്. എവിടെയെങ്കിലും ഒരാൾക്ക് ഒരു ചെറിയ 2 പ്രാവശ്യം നടന്നു തെറ്റി അവരുടെ മുഖം മാറിയാൽ അപ്പം തന്നെ അവരവിടെ ഇതൊക്കെ നമ്മുടെ അടുത്ത് നിൽക്കും. നമ്മളെങ്ങനെ വന്നിട്ട് ഇങ്ങനെ തലോടിയിട്ട് പറയും, ഒരു പ്രോബ്ലം ഇല്ല മാഡം, മാഡം നടന്നു വരുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഓൺലി തിങ് മാഡത്തിന് ആ വരുമ്പോഴത്തേക്കൊന്ന് ഫോക്കസ് പോയി, അല്ലെങ്കിൽ മാഡം അപ്പോൾ ബ്ലാക്ക് ഔട്ട് ആയിപ്പോയതായിരിക്കാം. സാരമില്ല മാം,
ഇങ്ങനെ പറഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ കൊറിയോഗ്രാഫി എന്ന് പറയുമ്പോഴത്തേനകത്ത് ഡാൻസോ നോട്ട് ലൈക്ക് ദാറ്റ്. നമ്മളിങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും ഒരാൾ ചിലപ്പോൾ ഇങ്ങോട്ട് പോകണമായിരിക്കും, ഒരാൾ ചിലപ്പോൾ ഇങ്ങോട്ട് പോകണമായിരിക്കും. അപ്പം നമുക്ക് നമ്പേഴ്സാണ്. അപ്പോൾ ദേ വിൽ ബി കോളിംഗ് ഔട്ട് അവർ നമ്പേഴ്സ് റൈറ്റ് ഫ്രം ദ ബിഗിനിങ്. നമുക്ക് ഓൾറെഡി ഒരു സാഷ് തന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ സാഷും തന്ന് നമ്മുടെ ഈ ചെസ്റ്റ് നമ്പറും കണ്ടസ്റ്റൻറ്റ് നമ്പറും ഇവിടെ പിൻ ചെയ്ത് ബാഡ്ജുണ്ട് വെക്കുമ്പോൾ വി ഫീൽ ദാറ്റ് വി ആർ ഇൻ ദ സ്റ്റേജ്. ഓക്കെ. അപ്പം നമുക്ക് ഓൾറെഡി നമുക്കൊരു ഫീൽ ക്രിയേറ്റ് ചെയ്ത് തരും. ഒരു വലിയൊരു ഹോളാണ്. അപ്പം അതിനകത്ത് അപ്പം അങ്ങനെ നമ്മുടെ പേടി മാറുകയാണ് അവിടെ. ഓക്കെ. ആ പേടി അങ്ങ് പോകും. അല്ലെങ്കിൽ നമുക്ക് ചിരി വരത്തില്ല. നമുക്ക് സ്റ്റേജിൽ വരുമ്പോൾ നമ്മുടെ എന്താണ് ചീക്ക് മസിൽസ് എല്ലാം ഇങ്ങനെ ഷിവർ ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ കൂടുതലായിട്ട്. ഫസ്റ്റ് ഡേ ഞാൻ ഇങ്ങനെ പോയി നോക്കുമ്പോൾ ശരിക്കും നോക്കുന്ന അപ്പം തന്നെ ഞാൻ പേടിച്ചു പോയായിരുന്നു. ഇത്രയും നല്ല സുന്ദരിമാരുടെ ഇടയിലാണോ ഞാനും കൂടി നിൽക്കാൻ പോണേന്നുള്ളൊരു ഫീല്. പിന്നെ അതല്ല ബ്യൂട്ടി. പിന്നെ ഞാൻ മനസ്സിലാക്കിയത് ഗോഡ്സ് ടച്ച് എവിടെയുണ്ടോ അതൊക്കെയും തന്നെ ഭംഗിയാണ്. തീർച്ചയായും ഗോഡ്സ് ടച്ചുള്ള എല്ലാ കാര്യവും ക്രിയേഷൻ, ഈച്ച് ആൻഡ് എവറി ക്രിയേഷൻ ഇസ് യുണീക്ക്. യെസ്. അതിൽ അതിൻ്റെതായ ഭംഗിയുണ്ട്. ബിഹേവിയർ പോയാൽ പോയിട്ടോ, യുവർ കോംപ്ലക്ഷൻ, യുവർ അപ്പിയറൻസ്, യു നല്ല വിടർന്ന കണ്ണല്ല. സി മൈ ഐസ് ആർ ഹൂഡഡ്. മേക്കിന് പിന്നെ വന്നിരിക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട് മൈ ഐസ് ആർ ഹൂഡഡ്, ഇറ്റ്സ് നോട്ട് ബ്യൂട്ടിഫുൾ. സൈറ്റ് ഉണ്ടോ മാഡത്തിന്? ക്യാൻ യു സീ? ആർട്ടിസ്റ്റ് വാസ് ആസ്കിങ് മീ, മേക്കപ്പ് ആർട്ടിസ്റ്റ് വാസ് ആസ്കിങ് മീ, മാഡത്തിന് സൈറ്റ് ഉണ്ടോ, വായിക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ സ്പെക്സ് വയ്ക്കണം, സ്പെക്സ് ഇല്ലാതെ കുറേ വായിക്കാൻ പറ്റും. അപ്പം യു ഷുഡ് പ്രേസ് ഗോഡ്. ചെറിയൊരു കുട്ടി, ഒരു 25-ൻ്റെ ഉള്ളിൽ വരികയുള്ളൂ. ഐ ലേൺ ഫ്രം ഹെർ. സൈറ്റ് ഉണ്ടല്ലോ മാഡത്തിന്. പിന്നെ ഐ വാസ് ഫീലിംഗ് ലൈക്ക് തവള തിരിഞ്ഞിരുന്ന പോലത്തെ ഒരു മൂക്കാണ്. ഇറ്റ്സ് ലൈക്ക് ഫ്രോഗ്സ്, ബാക്ക് സൈഡ് ഓഫ് ഫ്രോഗ്. മൈ നോസ് ഇസ് ലൈക്ക് ദാറ്റ്. ഐ വാസ് ഡിസ്ക്രൈബിങ് മൈ സെൽഫ് ആൻഡ് ഷി വാസ് സെയിങ് യു ആർ തിങ്കിങ് അബൌട്ട് യുവർ നോസ്. Some people who have straight, beautiful nose can't breathe. Yes. You know that? Yeah. എത്ര പേരുണ്ട് ബ്രീതിങ് ഇഷ്യൂസ് ഉള്ളവർ? തീർച്ചയായും. സ്റ്റിൽ ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, എൻ്റെ നേരിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിഷമം എന്താണ് അത്? പിന്നെ ഞാൻ പറയുന്നത് മുടി, മീൻസ് ഈ കാറ്റുവീഴ്ച സംഭവിച്ച തലമുടിയാണ് നമുക്ക്. അത് ആദ്യം തൊട്ടേ അങ്ങനെ തന്നെയാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്ന് വെച്ചിട്ട് എനിക്ക് സങ്കടമൊന്നും ഇല്ല കേട്ടോ അതിൽ. നാക്ക് പെശകിയാലേ എനിക്ക് വിഷമമുള്ളൂ. നാക്ക് നമുക്ക് ഇങ്ങനെ അതുകൊണ്ട് മാത്രം ജീവിക്കുന്നത്, അതുകൊണ്ട് മാത്രം നാക്കൊരൊറ്റ കാര്യം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരാളാണ്. പിന്നെ ഈ തൊലിക്കട്ടി ആൻഡ് മനക്കട്ടി, ഇത് രണ്ടും നമുക്ക് എൻ്റെ ഫാദർ തന്നിട്ടാണ് പോയത്. അപ്പം ഇത് രണ്ടും നമുക്കുണ്ട്. അപ്പം അത് വെച്ചിട്ടാണ് ഇങ്ങനെ അങ്ങ് സർവൈവ് ചെയ്ത് പോണത്. അപ്പോൾ എന്ന് വെച്ചിട്ട് ഇതൊന്നും ഇല്ല, പാനിക്കാവില്ല, സങ്കടമാവില്ല. പാനിക്കാവും, ടെൻഷൻ വരും, പക്ഷെ പുറത്ത് കാണിക്കാതിരിക്കാനുള്ളൊരു കഴിവുണ്ട്, കാണിക്കാതിരിക്കാനുള്ള കഴിവുണ്ട്. എത്ര ടെൻഷൻ വന്നാലും പുറത്ത് കാണിക്കാതിരിക്കും. അപ്പോൾ പിന്നെ ഇതൊക്കെ ഇങ്ങനെ പറയുമ്പം ആ സ്മോൾ ഗേളിൻ്റെ അടുക്കൽ നിന്ന് ഞാൻ പഠിച്ചതാണ്. എന്നിട്ട് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ കുട്ടി എന്നോട് പറഞ്ഞു, എനിക്ക് മാഡത്തിനെ കണ്ടിട്ട് എനിക്ക് അവരും ഇവരും തമ്മിലുള്ളൊരു വ്യത്യാസം, ഒരു ഭയങ്കര ഡിഫറൻസ് ഒന്നും എനിക്ക് തോന്നുന്നില്ല. യു ആർ ബ്യൂട്ടിഫുൾ എന്ന് സ്റ്റേജിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് എന്നോട് പറയാം. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം കണ്ടുവച്ചേക്കുന്ന ബ്യൂട്ടി കോൺടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറേ സൗന്ദര്യമുള്ള ആളുകളെ മുൻനിർത്തിക്കൊണ്ട്, അതായത് ബോഡി മെഷർമെന്റ് വരെയുണ്ട്, അറിയാലോ. ഇപ്പോഴാണ് ഈ 60+ ബ്ലാക്ക് ആയിട്ടുള്ള ആളുകൾക്ക്, വണ്ണമുള്ള ആളുകൾക്ക് ഒക്കെ വരാവുന്ന ഒരു ഫീൽഡായത്. പണ്ട് നമ്മൾ ബ്യൂട്ടി എന്ന് പറയുന്നത് അഴകൊത്ത കണ്ണ്, അഴകൊത്ത ചിരി, പല്ല്, ഇതൊന്നുമല്ല. ആറ്റിറ്റ്യൂഡ് ഇസ് ദ മെയിൻ. അതാണ് ബ്യൂട്ടി തീരുമാനിക്കുന്നത് തന്നെ. എത്ര സൗന്ദര്യം ഉണ്ടെങ്കിലും ആറ്റിറ്റ്യൂഡ് ഇല്ലേ, പോയ സാധനം. അതുപോലെ നമ്മുടെ ഈ ഏജിന് വരുന്ന സമയത്ത് ഞാൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ കുറേ ഫോട്ടോസ് ഇങ്ങനെ ചറവറ അയക്കുക. അതൊരു തമാശ ആണ് കേട്ടോ, നോട്ട് എൻ്റെ ഒരു പ്രജറേറ്റീവ് സെൻസിൽ എടുക്കേണ്ട, അല്ലെങ്കിൽ ഒരു മോശം രീതിയിലും എന്നെ എടുക്കേണ്ട. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് വേർ ആസ്കിങ്, എടോ എല്ലാ ഫോട്ടോസ് അയച്ചില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അയച്ചല്ലോ. വേർ ഇസ് യുവർ ബിക്കിനി ഷൂട്ട് ഫോട്ടോ? ഞാൻ മിടുക്കി, ബെസ്റ്റ്. അത് അപ്പം എനിക്ക് മനസ്സിലായി ഈ ക്വസ്റ്റ്യൻ ഒരുപാട് പേർക്കുണ്ടാവും. ഞാൻ പറഞ്ഞു ഈ 88 kg കംപ്ലീറ്റ് മിസ്പ്ലേസ്ഡ്, കംപ്ലീറ്റ് മിസ്പ്ലേസ്ഡ്. ഇതിന് നാട്ടുകാരെ കൂടെ കാണിച്ച് വിഷമപ്പെടുത്തേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു സംഭവമേ ഇതിനകത്തില്ല. ആരെങ്കിലും അത് കാരണം പേടിച്ച് ഭയന്ന് നിൽക്കേണ്ട കാര്യമില്ല, പിന്മാറേണ്ട കാര്യമില്ല. അവിടെ അങ്ങനെ ഒരു വേഷത്തിൽ ആരെയും
അവർ ടോർച്ചർ ചെയ്യത്തില്ല. എല്ലാവർക്കും പ്രോപ്പറായിട്ട് വെൽ ഡ്രസ്ഡ് ആയിട്ട് വരാം. ഓൺലി തിങ് ആ റിഹേഴ്സൽ ടൈമിലൊക്കെ ഒരു എവറി ഡേ ഒരു ഡ്രസ് കോഡ് ഉണ്ടായിരിക്കും, ഒരു കളർ കോഡ് ഉണ്ടായിരിക്കും. വെച്ചാൽ വാക്കിങ്ങിന് നമുക്കിപ്പം ജീൻസ് ഇട്ടാലേ അവർക്ക് കാല് പ്രോപ്പറായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. ദേ ആർ ദേ ടു ട്രെയിൻ അസ് കാറ്റ് വാക്ക്. അവിടെ പോയിട്ട് നമ്മൾ ഒരു ഇറങ്ങി കിടക്കുന്ന ഒരു ഗൗൺ ഇട്ടുകൊണ്ട് പോയാലോ ഒരു സാരി എടുത്ത് പോയാലോ അവർ പ്രോപ്പറായിട്ട് നമ്മുടെ കാല് കാണാൻ പറ്റത്തില്ല. എങ്ങനെ നമ്മുടെ കാല് വെക്കുന്നു? ചിലർ കാറ്റ് വാക്ക് എന്ന് പറയുമ്പോൾ കാറ്റിനെ പോലെ ഇങ്ങനെ 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 വെച്ച് വരും, എന്നിട്ട് ബാലൻസും തെറ്റി പോയി വീണെടുക്കും. കാറ്റ് വാക്ക് അതല്ല. ഇപ്പോൾ ഒരു ഹെവി ആയിട്ടുള്ള ഒരാളാണ്, നമ്മളിപ്പോൾ ഇച്ചിരി വണ്ണമുള്ള ഒരാളാണ്. ഞാൻ കാറ്റ് വാക്ക് നടന്നു പോകുമ്പോൾ ഞാൻ ഇവിടുന്ന് തുടങ്ങി ഞാൻ എൻ്റെ ലൈൻ തെറ്റിയിട്ട് പിന്നെ റൂട്ട് മാറിപ്പോകുന്നു. ഞാൻ വീട്ടിൽ ചെക്ക് ചെയ്യുമ്പോൾ അത്ര എന്ത് ഈ കാറ്റ് വാക്ക് ഇങ്ങനെ ഞാൻ മാത്രമേ ഈ ലൈൻ വിട്ടത് ഈ സൈഡിലേക്ക് പോകണേന്ന് എനിക്ക് സംശയം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി കാറ്റ് വാക്ക് എന്ന് പറയുന്നത് അതല്ല. പോസ്ചർ നമ്മൾ കറക്റ്റാക്കി വെക്കുക. നമ്മുടെ ടീ പോസ്ചറിൽ നിന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ടീ പോസ്ചറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അത് നമ്മുടെ ആ ലൈനിൽ തന്നെ നമ്മൾ നടക്കാൻ പഠിക്കണം. നടക്കാൻ പഠിക്കുന്ന സമയത്ത് ഈ പിന്നെ ഷോൾഡർ നമ്മുടെ ഈ കൈമുട്ട് കറക്റ്റായിട്ട് നമ്മുടെ ഹിപ്സിൽ ഒരയുന്നത് പോലെ നടക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ നടക്കുമ്പോൾ പോസ്റ്റർ നമ്മുടെ ഷോൾഡേഴ്സും ജസ്റ്റ് നല്ല പ്രോപ്പറായിട്ട് പൊസിഷനിൽ വെക്കുക. നമ്മുടെ ശരിക്കുള്ള പോസ്റ്ററിൽ നിൽക്കുക. നിന്ന് സ്ട്രൈറ്റ് ടീ പോസ്റ്ററിൽ നിന്ന് വാക്ക് ആരംഭിക്കുമ്പോൾ നമുക്ക് ആ സ്റ്റേജിനെ എത്ര സ്റ്റെപ്പ് വെച്ചാലാണ് നമുക്ക് ഫ്രണ്ടിലേക്ക് വരാൻ പറ്റും എന്നുള്ളത് ട്രെയിനേഴ്സിന് അറിയാം. അപ്പോൾ അവരതനുസരിച്ച് നമ്പർ ഇട്ട് നമുക്ക് തരും. അതനുസരിച്ച് നടക്കുക. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ സ്മൈൽ, ഓൾവേസ് സ്മൈൽ ആണ്. അല്ലാതെ നമ്മൾ ഈ ഫാഷൻ ഷോയിൽ കാണുന്നത് പോലെ ഫാഷൻ ഷോ അല്ല, മോഡലിംഗ് F ചാനലൊക്കെ എടുക്കുമ്പോൾ നമ്മൾ കാണത്തില്ലേ, വളരെ കാലമായിട്ട് വിരോധമുള്ളൊരു ആജന്മ ശത്രുവിനെ കാണാൻ വരുന്ന പോലെ ഇങ്ങനെ ദേഷ്യത്തിൽ വന്ന് ഫ്രണ്ടിൽ വന്നിട്ട് ഒരു നോട്ടം നോക്കും, ഇങ്ങനെ ചരിഞ്ഞു നിന്ന് നോക്കും, തിരിഞ്ഞു നിന്ന് നോക്കും എന്നുള്ള മട്ടിൽ അപ്പൊ നമുക്ക് ഇവിടെ എന്തോ പറഞ്ഞോ, മനസ്സുകൊണ്ട് എന്തോ നമ്മളോട് ദേഷ്യം കയർത്തോ എന്നൊരു ഫീലിംഗ് നമുക്ക് നമ്മുടെ ഉള്ളിൽ തോന്നും. ഈ ഞാൻ കണ്ടിട്ടുള്ള F ചാനലിലൊക്കെ ഇങ്ങനെ വരിക, ഞാൻ അതൊക്കെ ഒന്ന് അടിച്ചു നോക്കി എന്താവും സ്ഥിതി. അപ്പോൾ അത് ദേഷ്യത്തിൽ നോക്കിയിട്ട് പോകും. ഇതാണ് അവിടെ അതൊന്നും അല്ല പറഞ്ഞത്. അമ്മമാരൊക്കെ ചിരിച്ചോണ്ട് വരിക, ചിരിച്ചോണ്ട് നടന്നു പോവുക. പിന്നെ തെറ്റിയാൽ അയ്യോ തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് കരയല്ല അവിടെ വന്നിട്ട് വെച്ചാൽ അത്രയ്ക്ക് ഞങ്ങളെ കുട്ടികളായിട്ടാണ് കണക്കാക്കി. അപ്പോൾ ആരെങ്കിലും പേടിച്ച് പിന്മാറേണ്ട കാര്യമില്ല. അവിടെ അങ്ങനത്തെ ഒരു മെഷർമെൻറ്റ്സ് ഒന്നും എടുക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പിന്നെ സംഭവമേ ഇല്ല. ഡ്രസ്സിങ് ആയാലും നമ്മുടെ ഇഷ്ടത്തിന് ഡ്രസ്സ് ചെയ്യാം, പ്രൊവൈഡഡ്. അല്ല, ഇപ്പം ഡ്രസ്സ് എന്തൊക്കെയാണ് മാഡത്തിന് കൊടുത്തത്? ഞങ്ങൾക്ക് അവർക്ക് 2 റൗണ്ട് ഉണ്ട്. ഒന്ന് ഇന്ത്യൻ വെയർ, അത് കുറച്ച് ഫ്യൂഷൻ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇന്ത്യൻ വിയർ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ 18 വയസ്സ് തൊട്ട് കൊടുത്തു തുടങ്ങിയാണ് സാരി. അപ്പം ഐ ചോസ് സാരി. അല്ല ലെഹങ്ക, ശരാര അതുപോലത്തെ ഉള്ള സാധനങ്ങൾ. ഇപ്പം നോർത്ത് ഇന്ത്യൻസ് എല്ലാം ദേ പ്രിഫർ ദാറ്റ് ഉള്ളി, അതെടുക്കാം. പിന്നെ വെഡിങ് വിയർ, ബ്രൊക്കേഡ് വെഡിങ് വിയർ പോലത്തതല്ലാതെ ഒരു പാർട്ടി വിയർ പോലത്തെ സംഭവങ്ങളാണ് അവർ ചൂസ് ചെയ്യാൻ പറഞ്ഞത്. അപ്പം അങ്ങനെ. പിന്നെ അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് വെസ്റ്റേൺ വിയർ ഇടണം. അത് ബ്ലാക്ക് കളർ പറഞ്ഞു. പിന്നെ അത് ഇവർ നോക്കും കേട്ടോ, എന്താണ് അപ് ടു ദ സ്റ്റാൻഡേർഡ് ആണോ എന്ന് നോക്കും. ഇവർ നമ്മുടെ സാൻഡൽസ് വരെ അവർ ചെക്ക് ചെയ്യും. സാൻഡൽസ് യൂസ് ചെയ്യുന്ന ജ്വല്ലറി, സാരി, ഡ്രസ്സ് ഏതൊക്കെ ഇടുന്നു എന്നുള്ളത് വെച്ചാൽ അതിനൊരു ഒരു സർട്ടൻ പിന്നെ സ്റ്റാൻഡേർഡ് വേണം. തീരെ ലോ ആയിട്ടുള്ളത് നമ്മൾ ഇടാൻ പാടില്ല. എന്ന് വെച്ചാൽ കോസ്റ്റ്ലി ആയിരിക്കണമെന്നില്ല, ആ സ്റ്റേജിന് പറ്റുന്ന പോലെ. അത് മാത്രമല്ല, നമ്മൾക്ക് കുറെ കൂടെ ബ്യൂട്ടി, നമുക്കിത് കാശ് കുറവാന്ന് തോന്നുമ്പോൾ അത് നമ്മൾക്കിത് എലഗന്റ് ആക്കി തരില്ലല്ലോ. ഈ ഡ്രസ്സിന് ചേരുന്നതാണല്ലോ നമുക്കത് ചേർക്കാൻ പറ്റാത്തത്. അതാണ് അവർ ചെക്ക് ചെയ്യുന്നത്. ഇതൊരു ഫാഷൻ ഷോ ആണ്, അല്ലാണ്ട് അതിന്റെ പേര് തന്നെ ഫാഷൻ ഷോ ആണ്. അപ്പം കുറച്ച് നല്ലതായിട്ട് കോസ്റ്റ്ലി ആയിരിക്കണം എന്ന് നിർബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അപ് ടു ദ സ്റ്റാൻഡേർഡ് അവർ ലുക്ക് വൈസ് നല്ലതായിരിക്കണമെന്നുണ്ടായിരുന്നു. അപ്പം അവർ വന്ന് നോക്കും. അതിനായിട്ട് ആൾക്കാരുണ്ടായിരുന്നു അവിടെ. പിന്നെ ചെറിയ കുട്ടികളാണ്, ഈ പറഞ്ഞ പോലെ 30 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത്. എല്ലാത്തിനും നമുക്ക് പിന്നെ മ്യൂസിക് ഇടുമ്പോൾ ഓരോരുത്തർക്ക് ഓരോ മ്യൂസിക് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന് ഒരു മ്യൂസിക് ആയിരിക്കും. ഇതിനെ തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ മ്യൂസിക്കിനനുസരിച്ചിട്ട് നമ്മൾ വാക്ക് ചെയ്യണം. അപ്പോൾ അതിനൊക്കെ ആ കുട്ടികൾ ആ സൈഡിൽ നിന്നിട്ട് എന്തുമാത്രം ഞങ്ങളെ സപ്പോർട്ട് ചെയ്തെന്ന് എനിക്ക് പറയാൻ വാക്കുകളിൽ ഒതുങ്ങില്ല. അത്രമാത്രം ആ കുട്ടികൾ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഭയന്നിട്ട് ഒരു മനുഷ്യനിരിക്കേണ്ട കാര്യമില്ല. ആർക്കൊക്കെ ഈ ഒരു 4 days ലൈഫിലെ ഈ ഒരു 4 days
ഇങ്ങനെ നമ്മുടെ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടി ഇത് സന്തോഷം തരുമെങ്കിൽ പോയി പങ്കെടുക്കുന്നത് നല്ലതായിരിക്കും. 2027 നമ്മുടെ കേരളത്തിൽ നിന്ന് ഇനിയും ആൾക്കാർ വരട്ടെ. അത് വെറുതെ വരണം എന്ന് ഞാൻ പറയത്തില്ല. They should plan well. മാഡം ആണെങ്കിൽ ഒന്ന് പ്ലാൻ ചെയ്യാതെ പോയി. ഇനിയിപ്പോ വരുന്നവർക്ക് തീർച്ചയായിട്ടും പ്ലാൻ ചെയ്യാം. If anybody wants any kind of advice, they can meet me. I'm free to advice tips. അതാണ് free to give all kind of tips. പിന്നെ രേഖ ദേശായി ആയാലും I should thank her for supporting me like that. ഇനി എനിക്കൊരു വലിയ ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. എന്താണ്? ആദ്യം മറ്റേ മിണ്ടാതിരുന്ന് ഈ കാര്യങ്ങൾക്കൊക്കെ പെർമിഷൻ തന്ന ഒരാളുണ്ടല്ലോ, ആ ആള് ലൈവില് നമ്മളിത് കാണുക. ഓക്കെ, വർഷങ്ങളായിട്ട് കൂടെയുള്ള ഒരാളാണ്. മാഡം എത്രത്തോളം ചെയ്യുമെന്ന് സാറിന് അറിയാം, എത്രത്തോളം പോകുമെന്നറിയാം. പക്ഷെ അതിനും മീതെ നമ്മളെ എത്രയൊക്കെ നമ്മുടെ പാർട്ട്നേഴ്സ് ഉണ്ട്, നമ്മളെ അറിയുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിഡൻ ടാലന്റ് നമ്മൾ എടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ. നമുക്ക് നമ്മൾ പറയല്ലേ, മുങ്ങി ചാകാൻ പോകുമ്പോഴായിരിക്കും ഒരു കച്ചിത്തുരുമ്പ്, അത് നമ്മൾ പിടിച്ചു കയറുന്ന പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു അവസരമാണല്ലോ. ലൈവായിട്ട് കണ്ടിട്ട് എന്ത് പറഞ്ഞു? ഇത് ലൈവായിട്ട് കണ്ടിരുന്നോ സാർ? ശരിക്കും പുള്ളി he was the only person who came there. എൻ്റെ ബ്രദർ അവിടെ ഇല്ലായിരുന്നു. ബ്രദർ പിന്നെ മുംബൈയിലാണ്. പുള്ളി മോളുടെ കല്യാണം കഴിഞ്ഞ് മകളെ ഓസ്ട്രേലിയ കൊണ്ടുവിടാനായിട്ട് അവർ ഫാമിലിയായിട്ട് ഓസ്ട്രേലിയ പോകുന്നുണ്ടായിരുന്നു. ബ്രദറിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതിനകത്ത്. ഹി വാസ് ദ ഓൺലി പേഴ്സൺ ഫ്രം മൈ ഫാമിലി ദർ ടു വാച്ച് ദിസ് ഇൻ ലൈവ്. സത്യം പറഞ്ഞാൽ പുള്ളി ഞെട്ടിന്ന് തന്നെ പറയാം. പുള്ളി ഞാൻ ഇതിനു മുമ്പ് 1-2 തവണ ഞെട്ടിച്ചിട്ടുണ്ട്. വീട്ടിൽ കിടന്ന് കളിക്കുമ്പോൾ ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ചില സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ഞെട്ടിക്കും. ഇതിനു മുമ്പും പുള്ളി ഒരിക്കൽ ഞെട്ടിയിട്ടുണ്ട്. മീൻസ് ഒരു കുട്ടികളുടെ ഒരു ഗ്രാൻഡ് പേരൻസിൻ്റെ ഡേ ഉണ്ടായിരുന്നു. അന്ന് എന്തെങ്കിലും അപ്പം ഒത്തിരി ആൾക്കാരുണ്ട്. ക്രൈസ്റ്റ് നർ സ്കൂളിൻ്റെ എല്ലാ ഗ്രാൻഡ് പേരൻസും അവിടെ ഉണ്ടെന്ന് തന്നെ പറയാം. അന്ന് എനിക്കൊരു 5 minutes ടൈം അവർ അലോട്ട് ചെയ്തു എന്തെങ്കിലും സംസാരിക്കണമെന്ന്. ഐ വാസ് ടോക്കിംഗ് അബൌട്ട് ഹിം. ഈ ഒരു 5 minutes കൊണ്ട് പുള്ളി ഈ ഏറ്റവും അവസാനം പുള്ളി ഹൈഡ് ചെയ്തിരിക്കുമായിരുന്നു അവിടെ. കുറച്ച് നേരം വീഡിയോ എടുത്തു, പിന്നെ അതിൻ്റെ പുള്ളി കാണുന്നില്ല. അല്ല, പുള്ളി എൻ്റെ കൂടെ വന്ന ആളെ അല്ല എന്നുള്ളത് ബിക്കോസ് ഹി ഈസ് എ ഗ്രേറ്റ് ഫാൻ ഓഫ് ഇഡ്ലി. ദിവസത്തിൽ 3 നേരം ഇഡ്ലി കൊടുത്താലും കഴിക്കുന്ന ഒരാളാണ്. അപ്പം ഐ വാസ് ടോക്കിംഗ് അബൌട്ട് ഹിസ് ഫാസിനേഷൻ ടുവേർഡ്സ് ഇഡ്ലി. പുള്ളിയുടെ ഒരു ഫാസിനേഷൻ എന്ന് പറയുന്നത് റിസർച്ചാണ്. എക്കണോമിസ്റ്റ് ആണല്ലോ. റിസർച്ച് അതിൽ ഭയങ്കര ഇൻട്രസ്റ്റ്. പിന്നെ 2 പോസ്റ്റ് ഡോക്ടറേറ്റ് ഫെലോഷിപ്പ് ഉണ്ട്. പിന്നെ പുള്ളിക്ക് പിന്നെ സെക്കൻഡ് കംസ് ഇഡ്ലി, പിന്നെയാണ് ഞങ്ങളൊക്കെ വരുന്നത്. രാവിലെ ഇഡ്ലി വിത്ത് സാമ്പാർ ആണെങ്കിൽ ഉച്ചയ്ക്ക് കൊടുത്താലും ഇഡ്ലി വിത്ത് പരാതിയില്ല, പരാതിയുണ്ട്. നമ്മൾ വേറെ എന്തെങ്കിലും കൊടുത്താൽ ഇഡ്ലി ഇല്ലെന്ന് അല്ല, ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്താ, നമുക്ക് ഇഡ്ലി ആക്കിയാലോ? ആസ് ഇഫ് കഴിഞ്ഞ 41 years ഞാൻ ഇഡ്ലിയാണ് വീട്ടിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആസ് ഇഫ് ഇഡ്ലി വിത്ത് ചിക്കൻ ആക്കിയാലോ? സി എന്തിന് ഇവരുടെ വീട്ടിൽ ഞാൻ കല്യാണം കഴിഞ്ഞ ഇടയ്ക്കൊക്കെ ഞാൻ ചെന്നിട്ടേ ഇഡ്ലിയിൽ ഇഡ്ലിയിൽ ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട്. പ്രോട്ടീൻ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ഫൈബർ ഉണ്ട്, ലോ കലോറിയാണ്. ഇഡ്ലി ഒരു സംഭവം തന്നെയാണ് കേട്ടോ. പക്ഷേ അത് എന്നും ആയാൽ നമുക്ക് വിഷമാവില്ലേ? തീർച്ചയായും ചേഞ്ച് ആരാണ് ആഗ്രഹിക്കാത്തത്? അപ്പം, സ്റ്റൂ, പുട്ട്, കടല, ഇതൊക്കെ നമ്മുടെ ഇതല്ലേ. ബേസിക്കലി ഈസ് എ തമിഴിയൻ. അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വന്നത്. വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ വീട്ടിൽ അത് തന്നെ വിരുന്നിന് പോയി, അവിടെ അത് തന്നെ. അയ്യോ, എവിടെ പോയാലും ഇത് തന്നെ. അങ്ങനെ ഞാനൊരു പ്രാവശ്യം പുള്ളി പിന്നെ അവസാനം ആൾക്കാരൊക്കെ തിരിഞ്ഞു നോക്കാൻ തുടങ്ങി. പുള്ളിക്ക് ആകെ എംബാരസ്ഡായി. അങ്ങനെ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. ടാലൻ്റ് ഇതിനും അതുപോലെ തന്നെ ഞങ്ങളുടെ ബാങ്കിൻ്റെ ഒരു എല്ലാ ബാങ്ക്സും കൂടി ചേർന്നിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഒരു ഓണം ഫെസ്റ്റ് കണ്ടാണ് പുള്ളി. ഇങ്ങനെ ഞാനിങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പോവും, ആരെങ്കിലും വിളിച്ചാൽ ഇറങ്ങി ഓടിപ്പോയി സ്റ്റേജിൽ കയറും എന്നൊന്നും പുള്ളി പ്രതീക്ഷിച്ചിട്ടില്ല. അന്ന് അതുപോലെ തന്നെ ഐ ഗ്രാബ്ഡ് എ ലോട്ട് ഓഫ് പ്രൈസസ് ആൻഡ് കെയിം ബാക്ക്. അതെന്ന് വെച്ചാൽ എല്ലാം ഇങ്ങനെ മനസ്സിലിങ്ങനെ മുറുക്കി വെച്ച് എന്തിനാ, എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഒന്ന് റിലാക്സ്ഡ് ആവണം, എപ്പോഴെങ്കിലുമൊക്കെ ഒരു ഇതാവണം. പിന്നെ എൻ്റെ കസ്റ്റമേഴ്സൊക്കെ എന്നും എനിക്കൊരു സന്തോഷം തന്നെയായിരുന്നു. എനിക്ക് ഐ വാസ് എൻജോയിങ് ഈച്ച് ആൻഡ് എവറി കസ്റ്റമർ. എനിക്ക് ഓരോ കസ്റ്റമർ ഫ്രണ്ടിൽ വരുമ്പോൾ ഓരോരോ ക്യാരക്ടറായിട്ടാണ് എൻ്റെ മനസ്സിൽ വന്നു പോയിട്ടുള്ളത്. ഓരോ മനുഷ്യരെയായാലും ഈവൻ അവരുടെ ഫീലിങ്സ്, പെൻഷനേഴ്സ്,
രണ്ടുപേരും ഒന്നിച്ച് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒന്നിച്ച് വന്നുകൊണ്ടിരിക്കും, സീനിയേഴ്സ്. അങ്ങനെ ഇരുന്നിട്ട് ചിലപ്പോൾ ഒരാളങ്ങ് പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ അമ്മമാർ ചിലപ്പോൾ വന്നിട്ട് പോയി കേട്ടോ എന്നിട്ട് അങ്ങ് വന്നൊക്കെ കരയും. അപ്പോഴാണ് നമ്മൾ അറിയുമോ അദ്ദേഹം മരിച്ചു പോയതല്ലോ. അതൊക്കെ ഓരോന്നും ഞാനിങ്ങനെ ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ് ഓഫ് മൈ ലൈഫ് ഐ യൂസ് ടു വാച്ച് ഇൻ എ ഡിഫറെൻറ്റ് വേ. ഐ യൂസ് ടു പ്രിസർവ് സോ മെനി തിങ്സ്. ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലിങ്ങനെ എല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷെ എഴുതാനുള്ള അത്ര വലിയ ഫ്ലെയർ എനിക്ക് ഇല്ല. അതുണ്ടായിരുന്നുവെങ്കിൽ പറഞ്ഞു കൊടുത്ത് എഴുതിക്ക്. എനിക്ക് ഇക്കണോമിക്സ് ആണ് കൂടുതൽ ഇഷ്ടം, ഭയങ്കര ഇഷ്ടമാണ് എക്കണോമിക്സ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പുള്ളിയുടെ സെറ്റ് ഓഫ് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെ ടോക്ക് ആയാലും അവരുടെ ഡിസ്കഷൻസ് ആയാലും എവറിത്തിങ് റിലേറ്റഡ് ടു ഇക്കണോമിക്സ് ആയിരിക്കും. പുള്ളി എഴുതുന്നുണ്ട്, തമിഴ് കവിതകളൊക്കെ എഴുതാറുണ്ട്, അങ്ങനെയൊക്കെ കുറേ ചെയ്യാറുണ്ട്. വീട്ടിലായാലും കുട്ടികളും കുറച്ചൊക്കെ ഇങ്ങനെ കലാപരമായ കാര്യങ്ങളിൽ താല്പര്യമുള്ള ആൾക്കാരാണ്. മോള് ടീച്ചറായിരുന്നു, ആർമി സ്കൂളിലെ ടീച്ചറായിരുന്നു, ഇപ്പോൾ റിസൈൻ ചെയ്തു. പിന്നെ മോന് വന്നിട്ട് സിംഗറാണ്, വോയിസ് ആർട്ടിസ്റ്റാണ്. അറിയാമോന്നറിയില്ല, നിതിൻ രാജ്. പിന്നെ ഇളയാള് ബിടെക് കഴിഞ്ഞിട്ട് അയാൾ കമ്മ്യൂണിക്കേഷൻ ആൻഡ് മീഡിയ പഠിക്കുന്നു. അങ്ങനെ അതിലൊരു ഫ്ലെയർ ഉണ്ട്, അത് ഇഷ്ടം പറയുന്നു. അപ്പം പിന്നെ അയാളുടെ ഇഷ്ടത്തിന് നമുക്ക് ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു ഇതേ ചെയ്യാവൂ, അങ്ങനെ ഇങ്ങനെ നോ ബൗണ്ടറി. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം ചെയ്യുന്നത് വൃത്തിക്ക് ചെയ്യണം, നന്നായി ചെയ്യാൻ പഠിക്കണം, അതിൽ ഫോക്കസ് വേണം, ഒരു ലൈഫിന് ഒരു കൺട്രോൾ വേണം, ഇതൊക്കെ പറയും. അല്ലാതെ ഫ്രീഡം ഉണ്ട് നമ്മളുടെ വീട്ടിൽ. ഞങ്ങൾ പിന്നെ എൻ്റെ ഫാദർ എനിക്ക് തന്നതിനേക്കാൾ കൂടുതൽ ഫ്രീഡം എൻ്റെ കുട്ടികൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും പറഞ്ഞ ക്വസ്റ്റ്യനിലേക്ക് വന്നില്ല. സാറ് കണ്ടിട്ട് എന്ത് ഗിഫ്റ്റ് ചെയ്തു, പിന്നെ സമ്മാനം കിട്ടുമെന്ന്, അതായത് ഒരു എന്തെങ്കിലും കോൺടെസ്റ്റ് പങ്കെടുത്താൽ മതി എന്ന് പറഞ്ഞ് ഇവിടുന്ന് കയറി. ഓക്കെ, എത്രയൊക്കെയാണ് നമ്മൾ ഒരു, എന്നാലും നമ്മളൊരു സമ്മാനം പ്രതീക്ഷിക്കും. അപ്പോൾ ഫസ്റ്റും സെക്കൻഡും ഒക്കെ പോയി, അല്ലെങ്കിൽ അതൊന്നും നമുക്ക് വേണ്ട. പക്ഷെ വേറൊരു നല്ല കാറ്റഗറിയിലെ ആറ്റിറ്റ്യൂഡും നമ്മുടെ ഓൾ ഓവർ ദ ബിഹേവിയർ വെച്ചിട്ട് നമുക്കൊരു അവാർഡ്, അത് കിട്ടണമെങ്കിൽ ഇത്തിരി പാടാണ്. മനസ്സിലായോ? അപ്പം എങ്ങനെയുണ്ടായിരുന്നു അത്? അതെങ്ങനെയാണ് എനിക്ക് കിട്ടിയതെന്ന് എനിക്കറിയുന്നില്ല. പക്ഷെ ഐ വാസ് നോട്ട് ഫേക്കിംഗ് ദെയർ. ഓക്കെ, എന്നുവെച്ചാൽ ഞാൻ എനിക്ക് എന്താണോ എൻ്റെ കുറവുകൾ എനിക്ക് പറയാൻ എനിക്ക് വിഷമം ഉണ്ടായിരുന്നില്ല അവരോട്. എനിക്ക് ഹിന്ദി എത്ര മനസ്സിലാവുന്നില്ല, അത് പിന്നെ എനിക്ക് ഈ വെയിറ്റ് കൂടുതലായത് കാരണം എനിക്ക് നടക്കുമ്പം ഈ സാൻഡൽ കിട്ടുന്നില്ല എന്നുള്ള വിഷമതകൾ, പിന്നെ എനിക്ക് മുൻപരിചയം ഇല്ല, ഞാൻ ഒട്ടും തന്നെ ട്രെയിൻഡ് അല്ല എന്നുള്ളതൊക്കെ ആദ്യമേ പോയിട്ട് അങ്ങ് സറണ്ടറായി. അതുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അത് എനിക്ക് തോന്നുന്നു അത് ഒരു അവർക്ക് നല്ലതായിട്ട് തോന്നിയെന്ന് എനിക്ക് തോന്നുന്നു. അറിയാവുന്നത് പോലെ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു കറക്ഷൻ തന്നപ്പോൾ എനിക്കൊരു ഇറിറ്റേഷൻ ആയില്ല, ഒരിക്കലും സങ്കടവും വന്നില്ല. എൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്നുള്ളത് ഞാൻ തീർച്ചയായും അങ്ങനെയായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ മറ്റു കൂടെ ഉണ്ടായിരുന്നവരോടും ഒരു പോളുണ്ട് അതിനകത്ത്. അപ്പോൾ അവരും അങ്ങനെ തന്നെ എന്തുകൊണ്ട് ചൂസ് ചെയ്ത് വൈകിട്ട് പിന്നെ എനിക്ക് ഇച്ചിരി സംസാരിക്കാനൊരു അവസരം അവർ തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, വൈകിട്ട് കുറച്ച് സമയമൊക്കെ വരുമല്ലോ, അപ്പം അങ്ങനെ സംസാരിക്കാനൊക്കെ ഉള്ളൊരു അവസരം തന്നപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു അതിൽ നിന്നൊക്കെ എന്നെ റേറ്റ് ചെയ്തതാണോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. രേഖാ ദേശായിക്ക് എന്നോടൊരു പ്രത്യേക സ്നേഹമുള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്ത്, ഒരു ദയുള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അവർക്ക് അതിൻ്റെ ഒരു ആവശ്യവുമില്ല. മുൻപരിചയമില്ലാത്ത ഒരാളിനോട് പ്രത്യേകിച്ചും പിന്നെ എന്നെ കണ്ടാൽ അങ്ങനെ സോഫ്റ്റ് ആയിട്ട് തോന്നത്തേയില്ല. മുൻധാരണയല്ലേ എന്ന് വെച്ചാൽ അതെൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടികൾ പറയും, മാഡം ഷൗട്ട് ചെയ്യോ എന്നൊക്കെ നിങ്ങളിങ്ങനെ ഭയന്നിട്ടുണ്ട്. അത് ആ പൊസിഷനാണ് അവർ പേടിക്കുന്നത്. ഇപ്പൊ പൊസിഷനൊന്നും ഇല്ലല്ലോ എൻ്റെ അടുത്ത് വരുമ്പോ. പക്ഷെ എനിക്ക് വന്ന് കണ്ടപ്പോൾ ഓക്കെ ഫൈൻ, ഞാൻ ഭയങ്കര ഗ്രേസ് ഉള്ള മുഖം എന്ന് പറയല്ലേ നമ്മൾ, അതായത് ഭയങ്കര നമുക്കൊരാളോട് കാണുമ്പോൾ അയ്യോ ഇവരൊരു മനുഷ്യത്വമുള്ളവരാട്ടോ, അല്ലെങ്കിൽ ഇവരോട് എന്തെങ്കിലും ചോദിച്ചാൽ പച്ചവെള്ളം എങ്കിലും കിട്ടുമെന്ന് നമ്മൾ പറയുന്നൊരു സാധനമില്ലേ, ആ ഗ്രേസ്നെസ് ഉണ്ട്. മറ്റേതൊക്കെ പൊസിഷനാണ്. ആ പൊസിഷനിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി മാനേജർ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്കൊരു എഴുതി വെച്ചൊരു സാധനം. അതങ്ങനെയാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾ പിന്നെ പറയും, അയ്യോ മാഡം ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ, എന്ത് പാവം സ്ത്രീയാന്ന് പറയും. അത് ഒന്നല്ലെങ്കിൽ ഞങ്ങൾ 6 പെൺകുട്ടികൾ ഒന്നിച്ച് വളർന്ന തീർച്ചയായും. അപ്പം അതുകൊണ്ടായിരിക്കും. ഇനിയിപ്പം അടുത്ത മത്സരത്തിനൊക്കെ പോകാൻ അയച്ചു കൊടുത്തോ? മത്സരത്തിനൊന്നും ഞാൻ പോണ്ടയോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അത് ചിലപ്പോഴേ ഉള്ളായിരിക്കും. പക്ഷെ എന്തെങ്കിലുമൊക്കെ ചെയ്യും ഞാൻ. എന്തെങ്കിലും അല്ല, എന്തും ചെയ്യും. കേരളത്തിൽ ഇങ്ങനെയൊക്കെ വരട്ടെന്നേ. കേരളത്തിൽ ഇപ്പോൾ ഒരുപാട്
കോൺടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. ഈയിടെ ഷീമാട്ടിയുടെ ഒരെണ്ണം നടത്തി, പക്ഷെ അതിന് ഏജ് കാറ്റഗറി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വരട്ടെ, നമ്മുടെ അമ്മമാരൊക്കെ വീട്ടിലിരിക്കാണ്ട് നല്ല രീതിയിൽ എല്ലാവരുടെയും പേടി ലിപ്സ്റ്റിക്ക് വിട്ട് ഇങ്ങനെ നടക്കണല്ലോ. ആ റിയാക്ഷനാണ് അറിയേണ്ടത്. ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഫ്രണ്ട്സും എനിക്ക് തീരെ എന്നുവെച്ചാൽ വളരെ മുൻപ് കൂടെ വർക്ക് ചെയ്തവരും ഒക്കെ എന്നെ വിളിക്കാൻ തുടങ്ങി. വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കണ്ണ് നിറഞ്ഞു പോയി. ഓ കാഞ്ചി, സോറി, എൻ്റെ ഫ്രണ്ട്സും വീട്ടുകാരൊക്കെ കാഞ്ചി എന്നാണ് വിളിക്കുക. കാഞ്ചി റിട്ടയർ ചെയ്തിട്ട് ഇപ്പോൾ ഇത്രയും വർഷമായില്ലേ, കിച്ചണിൽ നിന്ന് ഡ്രോയിങ് റൂമിൽ നിന്ന് ബെഡ്റൂമിൽ നിന്ന് വീണ്ടും കിച്ചൺ, ഇങ്ങനെ എൻ്റെ ലൈഫ് ഈ മുറികളുടെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. താനെങ്കിലും ഇങ്ങനെയൊക്കെ പോയല്ലോടോ. അതാണ് എനിക്ക് ഭയങ്കര സന്തോഷമായ. അതെങ്കിലും കണ്ട് എനിക്ക് 4 പേരോട് പറയാലോ ഇത് എൻ്റെ ഫ്രണ്ടായി നിൽക്കുന്നതെന്ന് എനിക്ക് കാണിക്കാലോ എന്ന്. എനിക്ക് ഭയങ്കര വിഷമം തോന്നി. പുള്ളിക്കാരുടെ ഹസ്ബൻഡ് മരിച്ചു പോയതാണ്, മക്കളൊക്കെ പുറത്താണ്, അടുത്തല്ല. അപ്പോൾ ഈ ഒരു വലിയ വീട്ടിനകത്ത് ഈ പുള്ളിക്കാർ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാർ പറയും, എനിക്ക് ഈ അടുക്കള, ബെഡ്റൂം, പിന്നെ ഇങ്ങനെ ഈ സിറ്റ് ഔട്ട്, നെയ്ബേഴ്സിനോട് പോലും അധികം സംസാരിക്കാൻ തോന്നാറില്ല എന്നൊക്കെ പറയുന്നിടത്തുനിന്ന് ഞാൻ അങ്ങനെ ഒരു അവസ്ഥയിലല്ല. ഇതുപോലെ എത്രയോ അമ്മമാരുണ്ടാവും. തീർച്ചയായും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം സജിതാ മഠത്തിലെ ചേച്ചി ആർട്ടിസ്റ്റ് ചേച്ചിയുടെ ഒരു നാടകം, ഏകാംഗ നാടകം ഉണ്ടായിരുന്നു. ഇതേ സെയിം കോൺസെപ്റ്റ് ആയിരുന്നു. പോഡ്കാസ്റ്റ് എന്നാണ് അതിൻ്റെ പേര്. ഇതുപോലെ 60 കഴിഞ്ഞ സ്ത്രീ തൻ്റെ ജീവിതം ആഘോഷിക്കുകയാണ്. ഒരു പോഡ്കാസ്റ്റ് നടത്തുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട് അവർ. പക്ഷെ അവരുടെ മക്കളെ വിളിച്ചിട്ട് പറയും, അമ്മ വരണം, വിദേശത്തെങ്ങാണ്ടാണ്. അപ്പം അമ്മ വരണം, കുഞ്ഞിനെ അവിടുത്തെ വേലക്കാരി പോയി കുഞ്ഞിനെ നോക്കാൻ. മനസ്സിലായോ? പ്രായമായി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഈ കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളുടെയും വിചാരം, ഒരു പെണ്ണ് ജനിക്കുന്നു, അവൾ ഒരു പ്രായമാവുന്നു, പഠിക്കുന്നു, ജോലി കിട്ടുന്നോ ഇല്ലയോ, രണ്ടാമത്തെ കാര്യം കല്യാണം കഴിപ്പിക്കുന്നു, അടുത്ത ജനറേഷൻ ഉണ്ടാക്കുന്നു, അടുത്ത ജനറേഷനെ പഠിപ്പിച്ച് വലുതാക്കി വെക്കുമ്പോൾ അതുങ്ങളെ കെട്ടിക്കുന്നു, അതുങ്ങളുടെ കൊച്ചുങ്ങളെ കൊണ്ടുവരുന്നു, നോക്കാൻ ആളായി. ഇവർ ഫ്രീ ആയെന്നുള്ളതാണ്. ഇതാണ് മെയിനായിട്ട് ചെയ്യുന്നൊരു കാര്യം. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫാമിലിയിൽ ഇത് സെയിം സാധനമാണ്. അമ്മ എന്നാൽ ജസ്റ്റ് ഒരു വേലക്കാരിയാണ് അവർക്ക്. കുഞ്ഞിനെ നോക്കാനുള്ള അവരുടെ വെറും ഒരു ടൂളാണ്. അത് ഒരുപാട് സ്ത്രീകൾ മകൻ്റെ കുഞ്ഞല്ലേ, നമ്മൾ മാറി നിന്നാൽ എന്ത് സംഭവിക്കും എന്നൊക്കെയുള്ള പേടിയുണ്ടാണ്. അതും ധിക്കരിച്ച് കുറേ ആളുകളുണ്ട് കേട്ടോ. അവരോടൊക്കെ എനിക്ക് ഭയങ്കര ബഹുമാനമാണ്. കാരണം ലൈഫ് ഒന്നേ ഉള്ളൂ, നാളെ ഒന്നും തിരിച്ചു വരാനില്ല. ആരോഗ്യത്തോടെ ഇരുന്ന് നമുക്ക് ഹാപ്പിനെസ് ആയിട്ടുള്ളത് ചെയ്യുക. അത് നിങ്ങൾക്ക് കുഞ്ഞിനെ നോക്കുന്നതിലാണെങ്കിൽ അത് ചെയ്യുക, നിങ്ങൾക്ക് അടുത്ത എന്തെങ്കിലും ചെയ്യാനാണ് അത് ചെയ്യുക, കഥ എഴുതാനാണ് കഥ എഴുതുക, ഫാഷൻ പോകാനാണ് ഫാഷൻ പോവുക, യാത്ര പോകാനാണ് യാത്ര പോകുക. ഇപ്പോൾ ഒരുപാട് പേരിങ്ങനെ യാത്രയൊക്കെ പോകുന്നുണ്ടല്ലോ, ഒരുപാട് സ്ത്രീകൾ. അങ്ങനെയൊക്കെ ചെയ്യുക. അതൊക്കെ കാണും. നിങ്ങളെപ്പോലുള്ള ആളുകൾ പരിചയപ്പെടുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ, 30കളുടെ ലാസ്റ്റ് നിൽക്കുന്ന ഞാനൊക്കെ ഇതൊക്കെ എന്നുള്ളൊരവസ്ഥയാണ്. മനസ്സിലായോ? 40 തികയ്ക്കുമെന്ന് പോലും അറിയത്തില്ല. ആ ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്താണേലും ഭയങ്കര സന്തോഷം കണ്ടതിൽ, പരിചയപ്പെട്ടതിൽ. ഈ പറയുന്ന ഒരുപാട് സ്ത്രീകൾക്ക് നമ്മുടെ ഈ വീഡിയോ കാണുമ്പോൾ ഭയങ്കര ഇൻസ്പിറേഷൻ ആവട്ടെ. എന്താണെങ്കിലും കോള് വരും, ഡെഫിനറ്റായിട്ട് എന്നോട് ചോദിക്കും, കാഞ്ചന മേഡത്തിൻ്റെ നമ്പർ തരാമോ? ഞാൻ കൊടുക്കട്ടെ? കാഞ്ചന മേഡത്തിൻ്റെ ചുമ്മാ ഒന്നും കാണാൻ നിങ്ങൾക്ക് പറ്റില്ല. എനിക്ക് ഒരു മെസ്സേജ്, എനിക്ക് ഈ അമ്മമാരോടുള്ളതിനെക്കാട്ടിലും അമ്മമാർക്ക് കൊടുക്കുന്നതിനെക്കാട്ടിലും, അമ്മമാരോട് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇങ്ങനെ ഇപ്പം ഭയന്ന് നിൽക്കേണ്ട കാര്യമല്ല, ഇതൊന്നും ഭയപ്പെടേണ്ട കാര്യമല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ കുട്ടികളായാലും എൻ്റെ മക്കളെ പോലെ തന്നെ അവരും ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായും എൻ്റെ മക്കൾ അങ്ങനെ അമ്മ പോയി വരുന്നതിൽ ഒരു വിഷമം ഉണ്ടായിരുന്നില്ല. എൻ്റെ മക്കളെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്തു. അതുപോലെ മക്കളും അതുപോലെ ആവണം എന്നല്ല, അവരവരുടേതായ രീതിയിൽ കുറച്ചുകൂടി ഫ്രീഡം പേരൻസിന് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇത് ഫ്രീഡത്തിന് മാത്രമല്ല, ഒരു വ്യക്തിയെ കാണാനുള്ളൊരു കഴിവില്ലാത്തൊരു സംഭവമാണ്. അത് അവർക്ക് വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളൊരു ബോധ്യം പലർക്കും ഇല്ല. അവരുടെ വിചാരം ഇതൊക്കെ ഇവർ ചെയ്യേണ്ട ഡ്യൂട്ടീസ് ആണെന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അതിനൊക്കെ മാറിയിട്ട് നല്ലൊരു സമൂഹമാണ് ഇപ്പം വരുന്നത്. ഇപ്പം എല്ലാവരും അവരവരുടെ കാര്യം നോക്കുന്നതാണ്. അമ്മയ്ക്ക് എങ്ങോട്ടെങ്കിലും പോകണം, അമ്മ പൊക്കോ എന്ന് പറയുന്ന പിള്ളേരൊക്കെ വന്നു തുടങ്ങി, കാണാറില്ലേ ഒരുപാട്. അമ്മ ഒരു ആവശ്യം പറയുന്നത്, എനിക്ക് ഇന്ന അടുത്ത് പോകണം എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഇന്ന് തന്നെ പോകണം, നാളെ ആയ പോരെ, അങ്ങനെ ആയിരിക്കും. അമ്മയ്ക്ക് അവരുടെ ആരുടെയും കാര്യങ്ങൾ അങ്ങനെ മാറ്റി വയ്ക്കുന്നില്ല. സത്യം. അവർ തീർച്ചയായിട്ടും അമ്മയ്ക്കും അങ്ങനെ ഒരു ഫ്രീഡം കൊടുക്കണം. പക്ഷെ എൻ്റെ മക്കൾ പൊതുവേ കുറച്ച് എനിക്ക് തോന്നുന്നു പിന്നെ വളരെ ഫ്രീ ആയിട്ടാണ് എന്നോട്. ഞാൻ അവർക്ക് എങ്ങനെയാണോ അവരോട് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എൻ്റെ പിള്ളേരും ചിന്തിക്കുന്നത്. ഇതൊരു ജോക്കായിട്ട് കൂട്ടിയാൽ മതി. അല്ല, ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം, അമ്മയ്ക്ക് ഞങ്ങൾ പൊക്കോ അമ്മയെന്ന് പറഞ്ഞില്ലെങ്കിൽ കൂടി അമ്മ പോകും. പിന്നെ വെറുതെ
അതാണോ അല്ല ഞാനിനി ഞാൻ പോകുന്നു പോകണ്ട അമ്മ എന്നാ ശരി ഞാൻ പോയിട്ടേ ഉള്ളൂ എന്ന് പറയുന്നതിലും നല്ലത് അമ്മയുടെ കൂടെയൊക്കെ നടക്കുന്ന ആയിരിക്കും എന്നുള്ളത് കൊണ്ടായിരിക്കും. അതാണോന്ന് എനിക്കറിയില്ല. ആണോ, അങ്ങനെയാണോ? ഹസ്ബൻഡ് എന്തായാലും ഒറ്റയ്ക്ക് പോവില്ല എന്ന് അവർക്കറിയാം. അത് എപ്പോഴായാലും അങ്ങനെ തന്നെയാണ്. ഹസ്ബൻഡ് ഇല്ലാതെ ഒരു പോക്ക് അവരങ്ങനെ തന്നെ. അവർ പറയുന്നത് എൻ്റെ അത്രയും സിൻസിയറായിട്ട് ആരും നിന്റെ കൂടെ നിന്നെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവില്ല. ചിലപ്പം ഈ ആരോഗ്യമായിട്ട് പോകുന്ന സമയത്ത് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇൻ കേസ് എന്തെങ്കിലും ഒരു സിക്കായാലോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആരാ അടുത്തുള്ള. അതുകൊണ്ട് പുള്ളി തനിച്ച് വിടുന്ന ഒരു പരിപാടി അവർക്കില്ല. അതുകൊണ്ട് കുട്ടികൾക്ക് അതായിരിക്കാം അവരുടെ ധൈര്യവും. തനിച്ച് പോകത്തില്ല, ഫാദർ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു ഇതിൽ തീർച്ചയായിട്ടും. അതുകൊണ്ടായിരിക്കാം മക്കളും. പിന്നെ മോനൊക്കെ ഇങ്ങനെ മ്യൂസിക് ആയതുകൊണ്ട് മോനൊക്കെ അതിനെ പറ്റിയിട്ട് കുറച്ചുകൂടെ ഒക്കെ നോളജ് ഉണ്ട്. അത് തന്നെ, ആ ഒരു അവയർനെസ് ഉണ്ട്. മോളും ഇത് ഭയങ്കര ഇതൊക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. ഇളയാളോ അതുപോലെ തന്നെയാണ്. ഇളയാളോ ഒരു തമാശ, യു ആർ ഓവർ ഷാഡോയിങ് മീ. അപ്പൊ എന്താണെങ്കിലും കണ്ടതിലും പരിചയപ്പെട്ടതിലും ട്രിവാൻഡ്രത്ത് നിന്ന് ഇത്രയും ദൂരം എറണാകുളത്തേക്ക് വിളിച്ചിട്ട് പെട്ടെന്ന് തന്നെ വന്നു എനിക്ക് വേണ്ടിയിട്ട് ഇന്നലെ റൂമൊക്കെ എടുത്ത് ഇവിടെ നിന്നതിലും ഒക്കെ സന്തോഷം. ഇതൊരു തുടക്കമാവട്ടെ, എല്ലാവർക്കും ഉള്ളൊരു തുടക്കമാവട്ടെ. മടിച്ചു നിൽക്കുന്നവർക്കും ആഗ്രഹം ഉള്ളിക്കൊണ്ട് ജീവിതം തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇതൊരു തുടക്കമാവട്ടെ. താങ്ക് യു വെരി മച്ച്. ലൈക്ക്വൈസ് ഞാനും പറയണം, ഇത്രയും ഒരു ഫുള്ളായിട്ടുള്ളൊരു സ്മൈൽ. വാട്ട് ഐ റീഡ് ഫ്രം യുവർ സ്മൈൽ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഒരു ഫുൾനെസ്സാണ്, ഒരു ഹാപ്പിനെസ്സിൻ്റെ ഒരു എക്സ്ട്രീം. പിന്നെ നല്ല എക്സ്പ്രസീവ് ആയിട്ടുള്ളൊരു സ്മൈലാണ് ശരണ്യക്കുള്ളത്. എന്നെ ഒരു തരത്തിലും വിഷമപ്പെടുത്തില്ല, എന്നെ ഒരു തരത്തിലും എന്നെ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിച്ചില്ല. യു ആർ മോർ ദാൻ വാട്ട് ഐ എക്സ്പെക്റ്റഡ്. എന്നെ കംഫർട്ടബിൾ ആക്കിയതിന് ഞാനാണ് നന്ദി പറയുന്നത്. താങ്ക് യു.